എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന ബുദ്ധിസമാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിലോസഫി, എഡ്യൂക്കേഷണൽ ഫിലോസഫി, 6 സ്കൂൾ ഓഫ് ഫിലോസഫീസം, ചർവാഗിസം എന്നിവയെല്ലാം കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിസമാണ്. നമുക്കറിയാം, ബുദ്ധിസം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ബുദ്ധിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിലോട്ട് ഓടി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗൗതമ ബുദ്ധയാണ്. അതായത് ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയൻ ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഗൗതമ ബുദ്ധയാണ്. ആ ബുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എൻലൈറ്റഡ് വൺ എന്നാണ്. അതായത് എൻലൈറ്റ് ചെയ്ത വൺ എന്നുള്ളതാണ് ബുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് സിദ്ധാർത്ഥ ഗൗതമ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസ് ശാക്യ കിങ്ഡത്തിലെ രാജാവായിരുന്നു. രാജകുമാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. സോ അദ്ദേഹം നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് സെർച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീടും എല്ലാം വിട്ട് അദ്ദേഹം പോന്നു. അങ്ങനെ അദ്ദേഹം ബോട്രി, അതായത് ബോധിവൃക്ഷത്തിൻ്റെ താഴെ വന്നിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടുകയും അങ്ങനെ അദ്ദേഹം ബുദ്ധയായി മാറുകയാണ് ചെയ്തത്. ഈ ബുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം എൻലൈറ്റഡ് വൺ ആണ്. ബുദ്ധിസം എന്ന് പറയുന്ന ഈ റിലീജിയൻ ബുദ്ധയുടെ ലൈഫ് എക്സ്പീരിയൻസിനെയും ടീച്ചിങ്ങിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ബുദ്ധിസം ഫോളോ ചെയ്യുന്നത് ശ്രീ ബുദ്ധയുടെ ടീച്ചിങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നടന്ന ആദ്യത്തെ സെർമൺ എന്ന് പറഞ്ഞാൽ ഷർനാഥ് എന്ന് പറയുന്ന വില്ലേജിൽ വെച്ചായിരുന്നു. അതായത് നമ്മുടെ ഉത്തർപ്രദേശിന് നിയർ ആയിട്ടുള്ള ഉത്തർപ്രദേശിലുള്ള ബനാറസ് എന്ന് പറഞ്ഞ സിറ്റിയുടെ അടുത്തുള്ള ഷർനാഥ് പറഞ്ഞ വില്ലേജിൽ വെച്ചായിരുന്നു ഈ സെർമൺ നടന്നത്. ഈ ഇവൻറ്റിന് പറയുന്ന പേര് ധർമ്മ ചക്ര പ്രവർത്തന എന്നാണ്. അതായത് ടേണിംഗ് ഓഫ് ദ വീൽ ഓഫ് ലോ എന്നുള്ളതാണ്. അതായത് വീൽ ഓഫ് ലോ ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ ബുദ്ധിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബുദ്ധിസം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്ന മോണസ്ട്രി എഡ്യൂക്കേഷൻ ആയിരുന്നു. അതായത് ഒരു സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷനാണ് ഈ മോണസ്ട്രി എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് പീരീഡിൽ അവിടെ വെച്ചായിരുന്നു അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതല്ലാണ്ട് വേറൊരു രീതിയിലും എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റമാണ്. അതായത് എഡ്യൂക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന വിഹാരോസിലൂടെയും മോണസ്ട്രീസിലൂടെയും ഒക്കെ ആയിരുന്നു ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന മോങ്സുമായിരുന്നു. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഓപ്പൺ ടു ഓൾ എന്നുള്ളതാണ്. അതായത് കാസ്റ്റ്, ക്രീഡ്, കളർ, റിലീജിയൻ, ജെൻഡർ ഇതൊന്നും അവർ പരിഗണിച്ചില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളതാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ നൽകിയ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബുദ്ധിസമായിരുന്നു. നെക്സ്റ്റ് വരുന്ന റിലീജിയസ് സെക്യുലർ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ റിലീജിയസും ആയിരുന്നു സെക്യുലറും ആയിരുന്നു. അതായത് നമ്മുടെ ബുദ്ധിസത്തിൻ്റെ റിലീജിയസ് ഐഡിയൽസ് ഒരു സെക്യുലർ സ്പിരിറ്റോട് കൂടി ആൾക്കാരിലോട്ട്, കുട്ടികളിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ റിലീജിയനിലും കാസ്റ്റിലും പെട്ട കുട്ടികൾക്ക് ബുദ്ധിസത്തിൻ്റെ റിലീജിയസ് ഐഡിയൽസ് ഒരു സെക്യുലർ സ്പിരിറ്റോടെ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പബജ സെർമണി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കിപ്പം വിദ്യാരംഭം ഒക്കെ ഉണ്ട്. വിദ്യാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുട്ടികൾ നമ്മൾ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് നടത്തുന്ന ചടങ്ങാണ് വിദ്യാരംഭം എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പം കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി എഴുത്തിനിരുത്തുന്ന ഒരു ചടങ്ങ് നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലോട്ട് അയക്കുന്നത്. അതായത് അവരുടെ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാരംഭം എന്ന് പറയുന്ന സെറിമണിയിലൂടെയാണ്. അതേ രീതിയിൽ ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് പബജ സെറിമണി എന്ന് പറയുന്നത്. അതായത് അവരുടെ വിദ്യ തുടങ്ങുന്ന ആദ്യത്തേത്, അതായത് ഫസ്റ്റ് ഓർഡിനേഷൻ എന്ന് പറയുന്നത് ഈ പബജ സെറിമണിയാണ്. ഇനി അടുത്താണ് ഉപസമ്പാദ സെറിമണി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു പബജ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഉപസമ്പാദ എന്ന് പറയുന്നത് ഫൈനൽ ഓർഡിനേഷൻ സെറിമണിയാണ്. അതായത് നമ്മുടെ ഗ്രാജുവേഷൻ ഡേ എന്നൊക്കെ പറയുമല്ലോ, അപ്പം അതുപോലത്തെ ചടങ്ങാണ് ഉപസമ്പാദ സെറിമണി എന്ന് പറയുന്നത്. ഇത് 20ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. നമ്മൾ പറയും ഗ്രാജുവേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു മാൻഹുഡ് അല്ലെങ്കിൽ ഭിക്ഷു സ്റ്റേറ്റിലോട്ട് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിവോട്ടഡ് സ്റ്റുഡൻറ്റ് ലൈഫ് ഇൻ വിഹാരാസ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കാനായിട്ട് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ മോണസ്ട്രിയിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവരുടെ ആ ലൈഫിൽ പിന്നെ അവരവിടെയാണ് ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് പുതിയതായിട്ട് ചേരുന്ന ആൾ അറിയപ്പെടുന്ന സമനീറ എന്നുള്ളതാണ്. ഈ കുട്ടി, അതായത് ചേരുന്ന ഈ ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ
ബെഗിങ് അലാംസ്, ഡ്രസ്സിങ് സിമ്പിൾ റോബ്സ് ആയിരിക്കണം, ടീച്ചറിനെ സെർവ് ചെയ്യണം, നേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചർ പഠിക്കുന്നത് ടീച്ചറിൻ്റെ വായിൽ നിന്ന് പഠിക്കണം. അതായത് പിന്നീട് അവൻ ടീച്ചറിൻ്റെ ഒപ്പം ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളിലും ടീച്ചറിൻ്റെ ഒപ്പമാണ് പിന്നീടുള്ള അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ടീച്ചറും സ്റ്റുഡൻറ്റും ഒരുമിച്ചാണ് ആ വിഹാരവാസത്തിൽ താമസിക്കുന്നത്. അങ്ങനെ മുഴുവൻ സമയം ടീച്ചറിൻ്റെ കൂടെ നടന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് യൂണിവേഴ്സിറ്റി പോലെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേറ്റസ് ഉള്ള ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. നാളന്ദ, തക്ഷശില, വിക്രമശില, ഉജ്ജയിൻ, മിഥില, വല്ലഭി, ഒഡാണ്ടപുരി എന്നിവയെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ചൈനയിൽ നിന്നും മ്യാൻമറിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബുദ്ധിസത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോ ഫിസിക്കൽ പണിഷ്മെൻറ്റ്. കുട്ടികൾക്ക് യാതൊരുവിധ പണിഷ്മെൻറ്റും കൊടുക്കുന്നില്ല. അവരവിടുത്തെ ലോസൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അവർക്കൊരു പണിഷ്മെൻറ്റ് നൽകാറില്ല. ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സുപ്രീം പർപ്പസ് എന്ന് പറയുന്നത് സഫറിങ്സ് എന്നുള്ള ലിബറേഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ഡിസയേഴ്സിനെ റിനൗൺസിയേഷൻ വഴി നമ്മൾ നിർവ്വാണയിൽ എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. പിന്നെ ബുദ്ധിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻ, നമ്മളിപ്പോൾ എന്തായിരിക്കുന്നു അത് നമ്മുടെ പാസ്റ്റ് നമ്മൾ ചെയ്ത ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് എന്നുള്ളതാണ്. ഇനി ബുദ്ധിസത്തിൻ്റെ അകത്ത് മറ്റൊരു സ്ട്രൈക്കിംഗ് ഫീച്ചറായിട്ട് കരുതപ്പെടുന്ന ഡോക്ട്രിൻ ഓഫ് നോൺ സെൽഫാണ്. അതായത് നോൺ സെൽഫിനാണ്, നമ്മുടെ ആ ഒരു നോൺ സെൽഫിനാണ് അല്ലെങ്കിൽ അനാഥ എന്ന് പറയുന്നതാണ്. ഇതാണ് ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചറായിട്ട് കരുതപ്പെടുന്നത്. പക്ഷേ ബുദ്ധിസം ഒരിക്കലും സോളിനെ അംഗീകരിക്കുന്നില്ല. ഈ ബുദ്ധിസത്തിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള ടീച്ചിങ്സുകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 4 നോബൽ ട്രൂത്ത് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആര്യസത്യം. അതുപോലെ തന്നെ 8 ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ എന്നാണ്. അപ്പോൾ ഈ അഷ്ടാംഗ മാർഗയിലും ആര്യസത്യയിലുമാണ് ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി 4 നോബൽ ട്രൂത്താണുള്ളത്. ദ ട്രൂത്ത് ഓഫ് സഫറിങ് ദുഃഖ, ദ ട്രൂത്ത് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ സഫറിങ് സമുദയ, ദ ട്രൂത്ത് ഓഫ് ദ സീസേഷൻ ഓഫ് സഫറിങ് നിരോധ, ദ ട്രൂത്ത് ഓഫ് ദ പാത്ത് ടു ദ സീസേഷൻ ഓഫ് സഫറിങ് മാർഗ. അതായത് 8 ഫോൾഡ് പാത്ത്. അതായത് സംസാര ജീവൻ ദുഃഖമയമാണ്. അതായത് ദുഃഖസത്യം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങളുടെ കാരണം. സമുദായ സത്യം, ആഗ്രഹങ്ങൾ നിരോധിച്ച് കഴിഞ്ഞാൽ കഷ്ടതകൾ തുടങ്ങും. അതാണ് നിരോധന സത്യം. നിർവ്വാണ മാർഗം, അതാണ് മാർഗസത്യം എന്ന് പറയണത്. ഇനി ഈ 8 ഫോൾഡ് പാത്തിലോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നമ്മുടെ കോണ്ടക്റ്റും മെഡിറ്റേറ്റീവായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻ്റർകണക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിർവ്വാണത്തിലേക്കുള്ള ഒരു അഷ്ടാംഗ മാർഗങ്ങളായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. അതെന്ന് പറയണത് റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ എന്നതാണ്. അതായത് ശരിയായ വിശ്വാസം, ശരിയായ പ്രതിജ്ഞ, സംഭാഷണം, കർമ്മം, ജീവിതം, പരിശ്രമം, ചിന്ത, ഏകാഗ്രത എന്നിവയാണവ. ബുദ്ധിസത്തിൻ്റെ അകത്ത് വളരെ സ്കൂളുകളുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. മഹായാന, ഹീനയാന, തീരാവാദ, സെൻ എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട സ്കൂളുകളാണ് ബുദ്ധിസത്തിൻ്റെ അകത്തുള്ളത്. മഹായാന ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ വെഹിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വൺ ഓഫ് ദ മെയിൻ സ്കൂളായിട്ടാണ് മഹായാനെ കരുതപ്പെടുന്നത്. മഹായാന എന്ന് പറയുന്നത് ബുദ്ധയുടെ ആ ഒരു ഹെവൻലിനെസ്സിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഐഡിയൽ വർഷിപ്പ് ഓഫ് ബുദ്ധനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ മഹായാന സ്കൂളിൽ വരും. ഇവർ വിശ്വസിക്കുന്നത് നമുക്ക് സാൽവേഷൻ ലഭിക്കണമെങ്കിൽ സാൽവേഷൻ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധയുടെ ഒരു ഗ്രേസിലൂടെ ഹെൽപ്പിലൂടെയാണെന്നൊക്കെയാണ് മഹായാന വിശ്വസിക്കുന്നത്. ചൈന, കൊറിയ, ടിബറ്റ്, ജപ്പാൻ എന്നിവിടങ്ങളിലുള്ള ഈ സ്കൂളാണ് ഫോളോ ചെയ്യപ്പെടുന്നത്. രണ്ടാമത് വരുന്നതാണ് ഹീനയാന എന്ന് പറയുന്നത്. ഹീനയാന നമ്മൾ ലെസർ വെഹിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ടീച്ചിങ് ഓഫ് ബുദ്ധയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ഇൻഡിവിജ്വൽ സാൽവേഷന് വേണ്ടി സെൽഫ് ഡിസിപ്ലിനും മെഡിറ്റേഷനുമാണ് ഫോളോ ചെയ്യുന്നത്. അവർ ഐഡിയൽ വർഷിപ്പിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരല്ല. ഇനി മൂന്നാമത് വരുന്നത് തീരാവാദ എന്ന് പറയുന്നത് അത് ഏറ്റവും അൻഷ്യൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. ഒറിജിനൽ ടീച്ചിങ് ഓഫ് ദ ബുദ്ധയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ശ്രീലങ്ക, തായ്ലൻഡ്, മ്യാൻമാർ എന്നിവയുടെ എല്ലാം തീരാവാദിയാണ് ഫോളോ ചെയ്യുന്നത്. സെൻ ആണ് ലാസ്റ്റ് വരുന്നത്. സെൻ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. മെഡിറ്റേഷനാണ് ഇവരുടെ ഏറ്റവും വലിയ ഫീച്ചറായിട്ട് കരുതപ്പെടുന്നത്.
സോ ഇത് 4 ബുദ്ധിസ്റ്റ് സ്കൂൾ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് കാണാനായിട്ട് പോകുന്ന ബുദ്ധിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സുകളുണ്ട്. അതായത് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ ഹെറിറ്റേജ് സൈറ്റുകളുണ്ട് ബുദ്ധിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അത് ഏതൊക്കെയാണെന്നാണ്. അതായത് ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവിഹാര അറ്റ് നളന്ദ ബീഹാർ, അതായത് നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ ബുദ്ധിസ്റ്റ് മൊന്യൂമെൻറ്റ്സ് അറ്റ് സാഞ്ചി MP, മധ്യപ്രദേശിലുള്ള ബുദ്ധിസ്റ്റ് മൊന്യൂമെൻറ്റ്സ്, ബീഹാറിലുള്ള മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള അജന്ത കേവ്സ്, ഔറംഗാബാദിലുള്ള അജന്ത കേവ്സ്, ഇതെല്ലാമാണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സിൽ ഉൾപ്പെട്ട ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന ബുദ്ധിസത്തിൻ്റെ എയിം ഓഫ് എഡ്യൂക്കേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ എഡ്യൂക്കേഷനിൽ ബുദ്ധിസം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിർവ്വാണ അറ്റൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ സോൾസിനെ നമ്മുടെ ലൈഫിലെ സഫറിങ്സിൽ നിന്നെല്ലാം വിമുക്തനാക്കിയിട്ട് നിർവ്വാണ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെത്തിക്കുക, അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്, അതായത് സ്പിരിച്വൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, മെൻ്റൽ ആയിക്കോട്ടെ, മോറൽ ആയിക്കോട്ടെ, ഇൻ്റലക്ച്വൽ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനാണ് ഈ ബുദ്ധിസം പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 4 നോബൽ ട്രൂത്തും 8 ഫോൾഡ് പാത്തുമാണ്. സോ അതുമായിട്ട് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ കുട്ടികളിൽ നല്ല ഹ്യൂമൻ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, അതായത് ലവ്, കമ്പാഷൻ, ടോളറൻസ്, സാക്രിഫൈസ്, അഹിംസ, നോൺ വയലൻസ് എന്നിങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ബുദ്ധയുടെ ടീച്ചിങ്ങും പ്രീച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിലീജിയസ് ഫീലിങ്സിൻ്റെ ഒക്കെ ഒരു ഇൻകൾക്കേഷൻ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ നമ്മുടെ ലൈഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് വേൾഡ്ലി ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, പ്രൊഡക്റ്റീവ് സബ്ജക്ട്സിലെ ഒരു വേൾഡ്ലി ആയിട്ടുള്ളതും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നോളജും കുട്ടികളിലെ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് ഇവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ബുദ്ധിസം പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ചുരുക്കം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റെ പ്രോഗ്രസ്സിനേക്കാൾ കൂടുതൽ സൊസൈറ്റിയുടെ ഒരു വളർച്ച വളരെയധികം ആഗ്രഹിച്ചിരുന്നു ബുദ്ധിസം എന്ന് പറയണത്. അതുപോലെ തന്നെ ബുദ്ധ മുന്നോട്ട് വെച്ച ആ ഒരു ന്യൂ സിസ്റ്റത്തിലൂടെയാണ് ഇവർ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിർവ്വാണ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. സോ ഇതൊക്കെയായിരുന്നു ബുദ്ധിസത്തിൻ്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കരിക്കുലം നോക്കാം. മദർ ടങ് പാലിയാണ്. സോ പാലിയിലാണ് മെയിനായിട്ട് ടീച്ചിങ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സാൻസ്ക്രിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബുദ്ധിസ്റ്റ് കരിക്കുലം സ്പിരിച്വൽ ഇൻ നേച്ചറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബുദ്ധ, ധർമ്മശാസ്ത്ര എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധദർശനം പ്രതിപാദിക്കുന്ന ആദ്യകാല രചനകൾ 3 ഉള്ളത്. അവയെ നമ്മൾ ത്രിപിടകങ്ങൾ എന്ന് പറയുന്നു. 3 പിടകങ്ങൾ, ത്രിപിടകാസ് എന്നൊക്കെ പറയുന്നു. ഈ പിതക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബോക്സ് എന്നാണ്. അതായത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ അല്ലെങ്കിൽ വിജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന 3 ബോക്സുകൾ എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇതിൻ്റെ അകത്ത് വിനയ പിതക എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ബിഹേവിയറാണ്, നമ്മുടെ ബിഹേവിയറിൻ്റെ റൂൾസാണ് വരുന്നത്. ശക്ത പിതക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് സെർമൺസും എക്സാമ്പിൾസൊക്കെയാണ് വരുന്നത്. ധമപിതകേൻ്റെ അകത്താണ് നമ്മുടെ ബുദ്ധയുടെ ടീച്ചിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മെയിനായിട്ടുള്ള ആദ്യകാല രചനകളാണ് ഉള്ളത്. ഇനി ആദ്യകാല വിദ്യാഭ്യാസത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അതായത് റീഡിങ്, റൈറ്റിങ്, അരിത്തമെറ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഹയർ ലെവലിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഹിന്ദു റിലീജിയനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദാസ്, ഫിലോസഫി, ലോജിക്ക്, ഫൈൻ ആർട്സ്, ആയുർവേദ, മിലിറ്ററി ട്രെയിനിങ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഒക്കുപ്പേഷണൽ എഡ്യൂക്കേഷനാണ്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ആർക്കിടെക്ചർ, പെയിൻറ്റിങ്, മ്യൂസിക്, കൊമേഴ്സ്, സ്പിന്നിങ്, വീവിങ്, പ്രിൻറ്റിങ്, ക്ലോത്ത്സ്, അക്കൗണ്ടൻസി, ടൈലറിങ്, ആർട്ട്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, മെഡിസിൻ എന്നിവയെല്ലാം നമ്മുടെ സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ സബ്ജക്റ്റും ബുദ്ധിസത്തിൻ്റെ കരിക്കുലത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡ് ഓഫ് ലെക്ചറിങ് ആണ്. മെത്തേഡ് ഓഫ് ലെക്ചറിങ് മെയിനായിട്ട് പോകുന്ന വെർബൽ രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ
ഹാർട്ടിലോട്ട് കൊടുക്കുന്നു, അവരത് മെഡിറ്റേഷനിലൂടെ ഓർത്തിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, റിസൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓറൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ്, ഓറൽ ആ ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്, വെർബൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് മെയിനായിട്ടുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് എല്ലാം പോകുന്നത്. ലെക്ചറിങ്ങും റെസിറ്റേഷനുമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റിൻ്റെ രീതി അനുസരിച്ച് ഡിസ്കഷൻ, ഡിബേറ്റ്, സെമിനാർസ്, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലോജിക്കൽ വേസ് ഓഫ് ടീച്ചിങ്, അതായത് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഒക്കെ ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിലോട്ട് വരുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫറൻസ്, അതായത് മന്ത്ലി ബേസിസ് ഒക്കെ കോൺഫറൻസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അതായത് അപ്പം ആ ഒരു സമയത്ത് സ്കോളേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, നോളജ് ഷെയർ ചെയ്യുന്നു, അവരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് ഓരോ മാസത്തിലും കോൺഫറൻസുകളുണ്ടാവും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടൂറാണ്. ടൂറിന് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി, അതായത് ട്രാവലിങ്ങിലൂടെ നേച്ചറിനോടുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പഠിച്ച്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ടൂറൊക്കെ വഴിയാകുമ്പോഴാണ് നമുക്ക് റിയൽ ഫോം ഓഫ് തിയറിറ്റിക്കൽ നോളജ് കിട്ടുന്നത്. സോ അതുകൊണ്ട് ടൂർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ബുദ്ധിസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഒരു ഐഡിയലിസ്റ്റിക് മോഡൽ ഡിസിപ്ലിനാണ് നമ്മുടെ ബുദ്ധിസം മുന്നോട്ട് വയ്ക്കുന്നത്. സെൽഫ് കൺട്രോളിലൂടെ അല്ലെങ്കിൽ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള റിസ്ട്രിക്ഷനിലൂടെ നമ്മൾ ഒരു ഐഡിയലിസ്റ്റിക് മോഡൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. മോണസ്ട്രിയിലൂടെ അല്ലെങ്കിൽ വിഹാരാസിലൊക്കെ കൊടുക്കുന്ന ഹാർഡായിട്ടുള്ള റിഗറസ് ലൈഫ് മെഡിറ്റേഷനോടൊക്കെ വഴിയാണ് നമുക്ക് ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മചര്യ ഫോളോ ചെയ്യണം, നമ്മുടെ വേൾഡ് ഡിസൈർസ് എല്ലാം ഉപേക്ഷിക്കണം, സിമ്പിൾ ഡ്രസ്സായിരിക്കണം ധരിക്കേണ്ടത്, ഹംബിൾ ലിവിങ് ആയിരിക്കണം, ഓസ്റ്റിരിറ്റി ഓഫ് ഡെയിലി ഷെഡ്യൂൾ, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് പെർസ്യൂവൻസ് ഓഫ് അഷ്ടാംഗമാർഗ്ഗമുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മാർഷൽ ആർട്സ്, യോഗാസ് എന്നിവയെല്ലാം അവിടെ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വഴി നമുക്ക് ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിൻ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കുട്ടികൾ ഇത് വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസോബേ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ മോണസ്ട്രിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടീച്ചറിൻ്റെ റോളിലോട്ട് വരുമ്പോൾ ടീച്ചർ എന്ന് പറയണത് നല്ല മോറലായിട്ടുള്ളത്, മെൻ്റലായിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ലേൺഡ് പേഴ്സൺ ആയിരിക്കണം. ഈ ടീച്ചറാണ് കുട്ടികളുടെ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ, മോറൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ആ ഒരു റെസ്പോൺസിബിലിറ്റി മൊത്തം പോകുന്ന ടീച്ചറിലൂടെയാണ്. ടീച്ചർ എന്ന് പറയേണ്ടത് കുട്ടികൾക്കൊരു ഫാദർലി ഫിഗറാണ്. അതായത് സ്പിരിച്വലായിട്ട് ഇൻ്റലക്ച്വൽ ലെവലിലൊക്കെ നോക്കുമ്പോൾ ഒരു ഫാദർലി ഫിഗറായിട്ട് വേണം ടീച്ചർ നിൽക്കാനായിട്ട്. കുട്ടികൾക്ക് ഹെൽപ്പ് കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം, ഗൈഡൻസ് കൊടുക്കണം. അവർക്ക് റൈറ്റിംഗ് ബുക്സിലൂടെ, പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ഡിസ്കഷൻ, ഡിബേറ്റ് എന്നിവയിലൂടെയൊക്കെയാണ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡിസീസ് വരുമ്പോഴും ആഗണിയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഈ ഒരു ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു തവണ വിദ്യാഭ്യാസം ആർജിക്കാനായിട്ടൊരു വിഹാരി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയായാൽ മാത്രമാണ് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾക്ക് എന്ത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്ക് സങ്കടങ്ങൾ വന്നാലും അതെല്ലാം ടേക്ക് കെയർ ചെയ്യേണ്ടത് ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുഡ്, ക്ലോത്ത്, അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് നെസസിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതൊക്കെ ഈ ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിലായിരിക്കണം ടീച്ചർ ലക്ഷ്യം വെക്കേണ്ടത്. ഇനി ടീച്ചർ പ്യൂപ്പർ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞ് ഫാദർലി ഫിഗറാണ്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോർഡിയൽ റിലേഷൻഷിപ്പാണ്. അതായത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മുടെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതേപോലെ തന്നെയാണ് ടീച്ചറുമായിട്ടും. ക്ലോസ് ആണ്, അഫെക്ഷനേറ്റ് ആണ്, ഗുഡാണ്, വാമാണ്. അതുപോലെ തന്നെ അവർക്ക് എന്നാ പറയണേ, ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ടീച്ചർ കുട്ടീനെ കൺസിഡർ ചെയ്യുന്നത് അവൻ്റെ സ്വന്തം കുട്ടിയായിട്ടാണ്. അതുപോലെ തന്നെ ടീച്ചറിനെ സ്വന്തം പിതാവിനെ കണക്ക് തന്നെയാണ് പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടിയാണ് ടീച്ചറിനെ സെർവ് ചെയ്യുക, ബെഗ് അലാംസ് ഫോർ ടീച്ചർ. അതുപോലെ തന്നെ യൂട്ടൻസിൽസൊക്കെ ക്ലീൻ ചെയ്യുക, ക്ലോത്ത്സ് വാഷ് ചെയ്യുക, നഴ്സ് ചെയ്യുക എന്നുള്ളതൊക്കെയും കുട്ടിയുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ളിൽ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഐഡിയൽസൊക്കെ കൊടുത്ത് കുട്ടികളെ എൻലൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയും ടീച്ചറിൻ്റെ ഉത്തരവാദിത്തത്തിൽ പോകുന്നതാണ്. ഇത്രയുള്ള ടീച്ചറും പ്യൂപ്പിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോഡിയലായിട്ടുള്ള, ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലെ എല്ലാ തലത്തിലുള്ള ഡെവലപ്മെൻറ്റിന് ഈ ഒരു ബുദ്ധിസം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസിറ്റിവിസം, അതായത് ബുദ്ധിസ്റ്റ് ഫിലോസഫി ഭയങ്കര പോസിറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു
ഫിലോസഫിയാണ്, പിന്നെ എത്തിക്കലാണ്, പിന്നെ അത് കോസ്മോപൊളിറ്റൻ ആണ്. അതായത് കമ്മ്യൂണൽ നാരോനെസ്സിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. കാസ്റ്റിൻ്റെയോ ക്രീഡിൻ്റെയോ ഒന്നും യാതൊരുവിധ ഫേവറിറ്റിസും അതിൻ്റെ അകത്തില്ല. അതുപോലെ തന്നെ യാതൊരുവിധ പണിഷ്മെൻറ്റും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അത് അബ്സല്യൂട്ട്ലി ഫോർബിഡൻ ആണ് അവിടെ. അതുപോലെ തന്നെ ഗുഡ് കണ്ടക്റ്റ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മോറൽ ഡിസിപ്ലിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനുവൽ സ്കിൽസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ് ഒക്കെയാണ്. വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാസ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിൻ്റെ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബുദ്ധിസത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ബുദ്ധിസത്തെ പറ്റി നമ്മൾ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗൗതമ ബുദ്ധയുടെ ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ ഉള്ള സെറിമണിയാണ് പബജ എന്ന് പറയുന്നത്. എൻഡിങ്ങിലുള്ളതാണ് ഉപസംഭാദ എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഹയർ ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ബുദ്ധിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് നിർവാണ എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് ഡോക്ട്രിൻ ഓഫ് നോൺ സെൽഫ് എന്ന് പറയുന്നത്. ബുദ്ധിസത്തിൻ്റെ അകത്തെ മെയിൻ ടീച്ചിങ്ങുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 4 നോബിൾ ട്രൂത്തിലും 8 ഫോൾഡ് പാത്തിലുമാണ്. അതിന് ആര്യസത്യം എന്നും അഷ്ടാംഗ മാർഗ എന്നുമാണ് പറയപ്പെടുന്നത്. ഇനി ബുദ്ധിസത്തിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട സ്കൂളുകളാണ് മഹായാന, ഹീനായാന, തീർവാദ, സെൻ എന്നിവയൊക്കെ പറയുന്നത്. ഇനി ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി, ബുദ്ധിസ്റ്റ് മൊന്യൂമെൻറ്റ് ഇൻ സാഞ്ചി, മഹാബോധി ടെമ്പിള്, അജന്ത കേവ്സ്, ഇതെല്ലാം യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. കുട്ടികളെ നല്ല ഹ്യൂമൻ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്തും ഒക്കെ ആയിട്ട് ഫെമിലിയർ ആക്കുക, അവരുടെ ലൈഫിന് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം ഗീവ് അപ്പ് ചെയ്യുക, നിർവ്വാണ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കരിക്കുലത്തിലോട്ട് വരുമ്പോൾ 3 പിതകാസുകളാണ് ഉള്ളത്. ബിനയ പിതക, ശക്ത പിതക, ദമ പിതക എന്നിവയാണവ. ലോവർ ലെവലിൽ റീഡിങ് റൈറ്റിംഗ് വേണേൽ ഹയർ ലെവലിൽ വേദാസും ഫിലോസഫിയും ഒക്കെയാണ് വരുന്നത്. വെർബലായിട്ടുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ലെക്ചറിങ്, ഡിസ്കഷന്, കോൺഫറൻസ്, ഡിബേറ്റ്, സെമിനാർ എന്നിവയൊക്കെയാണവ. ഇനി ഡിസിപ്ലിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനാണ്, സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. ബ്രഹ്മചര്യ ഫോളോ ചെയ്യണം. വേൾഡ് ഡിസൈഡ്സിനെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. സിമ്പിൾ ഡ്രസ്സ്, സിമ്പിൾ ലിവിങ് ഒക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ സെൽഫ് ഡിസിപ്ലിനൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് കമ്പൽസറി ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും ഉണ്ട്. ടീച്ചറിൻ്റെ റോളിലോട്ട് വരുമ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ലേൺഡ് പേഴ്സൺ ആയിരിക്കണം. സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളിലും ടീച്ചറെ ടേക്ക് കെയർ ചെയ്തിരിക്കണം. കുട്ടികൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും കൊടുക്കേണ്ടത് ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. ടീച്ചറും പീപ്പിളും തമ്മിൽ നല്ലൊരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ് ഉണ്ടാവേണ്ടത്. ടീച്ചറിൻ്റെ ഇൻസ്പയറിങ് ഐഡിയാസ് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ മാനുവൽ സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഗുഡ് കോണ്ടക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനാണ് പ്രാധാന്യം, മാസ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസ് എഡ്യൂക്കേഷനോടൊപ്പം വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ലൈഫും ഹൈ തിങ്കിങ്ങുമാണ് ഇവർ എംബസൈസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബുദ്ധിസത്തെ പറ്റി സിമ്പിളായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. M.Ed പഠിക്കുന്നവർക്കും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ബാക്കി ക്ലാസ്സുകൾ വരും വീഡിയോസിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്